പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി GDP കണക്കുകൂട്ടുകയും രാജ്യത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനം എല്ലാ വർഷവും കണക്കുകൂട്ടുകയും അതിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും കോൺട്രിബ്യൂഷൻ, അതായത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ സംഭാവന എന്ന് വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആഭ്യന്തര മൊത്ത വരുമാനങ്ങളുടെ കൂടിച്ചേരലാണല്ലോ രാജ്യത്തിൻ്റെ GDP അഥവാ ആഭ്യന്തര മൊത്ത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനം ഓരോ വർഷവും പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതി കണക്ക് കൂട്ടുന്നു. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അതിലേക്ക് ഓരോ സംസ്ഥാനത്തിൻ്റെയും വിഹിതം എന്ത് എന്ന് നോക്കുക. അങ്ങനെ സംസ്ഥാനങ്ങളുടെ പെർഫോമൻസിൻ്റെ ഒരു ഇവാലുവേഷൻ, ഒരു വിലയിരുത്തൽ, അതുകൂടിയാണ് ഈ GDPയുടെ കണക്ക് കൂട്ടൽ കൊണ്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രമത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനം 3.8% കേന്ദ്രത്തിൻ്റെ കണക്കനുസരിച്ച്, അതായത് രാജ്യത്തിൻ്റെ മൊത്തം GDPയിലേക്ക്, മൊത്തം ആഭ്യന്തര വരുമാനത്തിലേക്ക് കേരളത്തിൻ്റെ സംഭാവന അഥവാ കേരളത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനമായിട്ടുള്ള സംഭാവന 3.8% എന്നാണ് ഈ അടുത്തിടെ പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് പക്ഷേ കേരളം കണക്ക് കൂട്ടുന്ന, കേരളത്തിൻ്റെ കണക്കനുസരിച്ച്, അതായത് നമ്മുടെ പ്ലാനിംഗ് ബോർഡ്, ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇവരൊക്കെ കണക്ക് കൂട്ടുന്നതിനേക്കാളും ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന കണക്കുകൾ വെച്ചാണ് പ്ലാനിംഗ് ബോർഡ് ആഭ്യന്തര മൊത്ത വരുമാനം, സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനമൊക്കെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുന്ന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ തോതിനേക്കാൾ വളരെ ഉയർന്ന നിലവാരത്തിലാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വർഷത്തെ ആഭ്യന്തര മൊത്ത വരുമാനം ഇപ്പോൾ തന്നെ ഞാൻ കണക്ക് കൂട്ടിയതാണ്. അതായത് ഈ വർഷത്തെ ആഭ്യന്തര മൊത്ത വരുമാന വളർച്ച ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം 13,11,436.69 കോടി വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. 13,11,436.69 കോടി വളർച്ചയാണ് ഈ വർഷം നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ 2023-24 റീവൈസ്ഡ് എസ്റ്റിമേറ്റിൻ്റെ 11.68%. ഇതുപോലെ തന്നെയുള്ള വളർച്ചയാണ് 22-23 23-24 ഒക്കെ ഏകദേശം, അതായത് വലിയ മാറ്റമില്ലാത്ത രീതിയിലുള്ള വളർച്ചയാണ് 22-23 23-24 ഒക്കെ നമ്മുടെ കണക്കനുസരിച്ച്, നമ്മുടെ ബജറ്റ് ഡോക്യുമെൻ്റ് തരുന്ന കണക്കനുസരിച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ കേന്ദ്രം ഈ പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയുടെ കണക്ക് കൂട്ടലിൽ കാണാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ 3 വർഷവും, അതായത് 2022-23 23-24 ഈ 24-25 വർഷം, ഇതിപ്പോൾ പ്രതീക്ഷയാണ്, പ്രൊജക്ഷനാണ്, യഥാർത്ഥത്തിലുള്ളതല്ല. ഈ 3 വർഷങ്ങളിലും കണക്ക് അനുസരിച്ച് 3.8% രാജ്യത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനത്തിലേക്കുള്ള കണക്ക്. അതാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ വർഷം പ്രതീക്ഷിക്കുന്ന സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനമായ 13,11,436.69 കോടി, അതിൻ്റെ ഗ്രോത്ത് അത് എന്ന് പറയുന്നത് പോയ വർഷവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 11.68% വളർച്ചയുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ കണക്കനുസരിച്ച് GDPയിലേക്ക്, രാജ്യത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനത്തിലേക്കുള്ള കണക്ക് കൂട്ടിച്ചേർക്കൽ 3.8%. അത് 2023-24 22-23 3.8%. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ പോയ 2 വർഷങ്ങളിലും സംസ്ഥാന GSDPയുടെ വളർച്ചാ നിരക്ക് 10% ഇതിൻ്റെ ചുറ്റുവട്ടത്തിലായിരുന്നു താനും. അപ്പോൾ എന്തുകൊണ്ടാണ് 3.8% താഴ്ന്നു പോകുന്നത്? കേന്ദ്രത്തിൻ്റെ കണക്കുകൂട്ടലിൽ എവിടെയാണ് പിശക്? കേന്ദ്രത്തിലാണോ പിശക്, സംസ്ഥാനത്താണോ പിശക്? ഇതാണ് ചിന്തിക്കേണ്ട കാര്യം. ഇപ്പം കേന്ദ്രത്തിൻ്റെ പിശക്, കേന്ദ്രം പിശകില്ലാതെ കണക്ക് കൂട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. അതിന് കാരണമുണ്ട്, എൻ്റേതായ കാരണമല്ല, പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കാരണമാണ്. മോദി ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നതുവരെ
നമ്മൾ ബേസ് ഇയർ സാധാരണ രീതിയിൽ GDP ഗ്രോത്ത്, റേറ്റ് ഓഫ് ഗ്രോത്ത് ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ ഒരു ബേസ് ഇയറും കൂടി ഉണ്ടാകും. കണക്ക് വളരെ പ്രധാനമാണ് ബേസ് ഇയർ. 2004-05 ബേസ് ഇയർ ആയിരുന്നു മൻമോഹൻ സിംഗ്, അതായത് UPA ഗവൺമെൻറ് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന 2004-05 ബേസ് ഇയർ വെച്ചിട്ടുള്ള കണക്കുകൾ അതിൻ്റെ ഒരു മെത്തഡോളജിയുമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ഭരണം വന്നതിന് ശേഷം 2014 ശേഷം ഈ ബേസ് ഇയർ 2011-12 മാറ്റുന്നു. അപ്പോൾ അങ്ങനെ 2011-12 മാറ്റി ബേസ് ഇയർ ഇട്ടതിൻ്റെ കാരണമായി, ഇട്ടത് 2016-17 ആകുമ്പോഴാണ്. അപ്പോൾ കാരണമായി അനന്ത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ആദ്യ മോദി ഗവൺമെൻറ്റിൽ പനഗാരിയ CEO ആയിരുന്നു. നീതി ആയോഗിൻ്റെ അനന്ത് സുബ്രഹ്മണ്യനായിരുന്നു വൈസ് ചെയർമാൻ. അങ്ങനെ ആയിരുന്ന അനന്ത് സുബ്രഹ്മണ്യനാണ് മോദി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ശൈലിയിലും മികവിലും സംശയാലുമായതുകൊണ്ടാകണം പനഗാരിയായും റിസൈൻ ചെയ്ത് അവരുടെ അമേരിക്കയിലെ നേരത്തെ ജോലിയിലിരുന്ന സ്ഥാപനത്തിലേക്ക് തിരിച്ചുപോയി. അതുപോലെ തന്നെ അനന്ത് സുബ്രഹ്മണ്യനും കുറച്ചുകൂടി കഴിഞ്ഞ്, പനഗാരിയ പോയി കുറച്ചുകൂടി കഴിഞ്ഞാണ് അനന്ത് സുബ്രഹ്മണ്യൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ അനന്ത് സുബ്രഹ്മണ്യൻ അമേരിക്കയിൽ എത്തിയതിന് ശേഷം എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഡേറ്റ കുക്കിംഗ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു ശീലമാണ് ഡേറ്റ ഇഷ്ടപ്പെട്ട രീതിയിലാക്കിയെടുക്കുക. അതിനാണ് ഡേറ്റ കുക്കിംഗ് എന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത്. അങ്ങനെ ഡേറ്റ കുക്കിംഗ് നടത്തുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് 2004-05 ബേസിനെ 2011-12 ബേസാക്കി മാറ്റിയത്. കാരണം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അഥവാ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശരാശരി 8% GDP വളർച്ച നേടിയിരുന്നു. അങ്ങനെ GDP വളർച്ച നേടിയിരുന്ന ആ സ്ഥാനത്ത് 2014-15, 15-16 7%-ലും താഴെയാണ് GDPയുടെ വളർച്ചയുണ്ടായത്. അതിനെ ഓവർകം ചെയ്ത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തെ അതേ രീതിയിലുള്ള GDP വളർച്ച പുറത്ത് കാണിക്കണം. അതിനുവേണ്ടി ഇഷ്ടപ്പെട്ട രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഡേറ്റ കുക്ക് ചെയ്താണ് ഈ 2011-12 ബേസ് ചേഞ്ച് ചെയ്തത് എന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ ആരോപിച്ചിരുന്നു. ആ ലേഖനം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ലേഖനത്തിൽ ആരോപിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കുക്ക് ചെയ്യുന്ന ഡേറ്റ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ, അതായത് കേന്ദ്രത്തിൻ്റെ GDP ഗ്രോത്ത് അത് കാരണം ഉയർന്നു കാണുന്നു, അതേസമയത്ത് അങ്ങനത്തെ കുക്കിംഗ് ഒന്നും നടത്താതെ നോർമലായിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചാണ് കേരളം GSDP കണ്ടെത്തുന്നത്. അപ്പം നാച്ചുറലി അത് ഉയർന്നു തന്നെ ഇരിക്കും. പക്ഷേ ആ ഡേറ്റ കുക്കിംഗ് കേന്ദ്രം ഉപയോഗിക്കുന്നത് പോലെ കുക്കിംഗ് മെത്തേഡ് കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് താരതമ്യേന കേന്ദ്രവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്രത്തിൻ്റെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കണക്ക് താഴെയായി പോകും. കാരണം ഇവിടെ റിയൽ ആയിട്ടുള്ള കണക്കാണ് കാണിക്കുന്നത്, കുക്ക് ചെയ്ത കണക്കല്ല കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലായെന്ന്. ഒരുപക്ഷെ ഈ കാര്യം തന്നെയാകാം ആ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിശോധിക്കണം. അപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മാറ്റം. അതായത് കഴിഞ്ഞ 3 വർഷങ്ങളിലെയും കേരളത്തിൻ്റെ GSDP ഗ്രോത്ത് 11% മുകളിൽ, അല്ലെങ്കിൽ അറൗണ്ട് 10% എന്ന് വെച്ചോളൂ. അങ്ങനെ ഇരിക്കെ അത് കേന്ദ്രം കണക്ക് കൂട്ടുന്ന രീതി അനുസരിച്ച് കേന്ദ്ര GDPയിലേക്കുള്ള സംഭാവന 3.8% തുടരുന്നു ഈ 3 വർഷങ്ങളിലും. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒരു വസ്തുത. അപ്പോൾ അതിന് എനിക്ക് തോന്നിയ ഒരു കാരണം അതായത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തെ കുറ്റമാണെങ്കിൽ കേന്ദ്രം ഇങ്ങനെ ഒരു കുറ്റം ചെയ്യുന്നതായിട്ട്, അതായത് മോദി ഗവൺമെൻറ് ഇങ്ങനെ ഡേറ്റ കുക്കിംഗ് നടത്തുന്ന ഒരുപാട് മേഖലകളിൽ നമുക്കറിയാം. ഉദാഹരണത്തിന് കോവിഡ് മുഖാന്തരം മരിച്ചത് പ്രധാനമന്ത്രി ആദ്യ പാർലമെൻറ്റിൽ, കോവിഡ് കഴിഞ്ഞ് തുടങ്ങിയ ആദ്യ പാർലമെൻറ്റിൽ പ്രസ്താവിച്ചത് തന്നെ 5 ലക്ഷത്തിൽ താഴെ, 4,95,000 അങ്ങനെ എന്തോ ഒരു കണക്കാണ് പറഞ്ഞത്. അത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അതിനു മുൻപ് തന്നെ ഒരു ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ അമേരിക്ക അന്ന് പറഞ്ഞിരുന്നു, അതിനു മുമ്പേ പറഞ്ഞിരുന്നു 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയിലാണ് ഇന്ത്യയിലെ കോവിഡ് മരണമെന്ന്. അതുപോലെ അന്ന് കേരളത്തിൽ പറഞ്ഞിരുന്നു 7,000 പേരെ കോവിഡ് മുഖാന്തരം മരിച്ചിട്ടുള്ളൂ എന്ന്. അതേ റിസർച്ച് ഏജൻസി ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു 25,000-ത്തിലധികം പേരാണ് കേരളത്തിൽ മരിച്ചിരിക്കുന്നതെന്ന്. അവരുടെ കണക്കുകളൊക്കെ എന്ന് വെച്ചാൽ ചില മെത്തഡോളജി അനുസരിച്ചുള്ള കണക്കുകളാണ്. അപ്പോൾ അതിനകത്ത്
കൃത്യമായിട്ട് 22,000 മരിച്ചു അല്ലെങ്കിൽ 1,000 മരിച്ചു എന്ന് കൃത്യമായിട്ടല്ല, ഏകദേശ കണക്കാണ് പറയുക. പക്ഷെ ആ കണക്ക് ആ കണക്കിലെ ഏകദേശത എന്ന് പറയുന്നത് കൃത്യമായിരിക്കും, ആ ചുറ്റുവട്ടത്തിൽ തന്നെ നിൽക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം പിന്നെ പിൽക്കാലത്ത് അന്ന് സംസ്ഥാന ഗവൺമെൻറ് സമ്മതിച്ചില്ല ഇത്രയും കോവിഡ് മരണങ്ങൾ കേരളത്തിലുണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം കോവിഡ് മരിച്ചവർക്കുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ട അവസരത്തിൽ 76,000 പേരോളമാണ് അപേക്ഷിച്ചത്. അതിനേക്കാൾ കൂടുതൽ അപേക്ഷിക്കാത്ത പരുവത്തിൽ, അതായത് കോവിഡ് മുഖാന്തരം മരിച്ചു എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് അപേക്ഷിക്കാതെ പോയവരും ഉണ്ടെന്നാണ് അന്ന് പത്രവാർത്തകളൊക്കെ വന്നു. അപ്പോൾ ഈ ഡേറ്റ കുക്കിംഗ് മോദി ഗവൺമെൻറ് ഭരണത്തിൽ വന്ന കാലം മുതലേ ഉള്ള ഒരു പ്രക്രിയയാണ്. ഡേറ്റ ആവശ്യമുള്ളതനുസരിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡേറ്റ സൃഷ്ടിക്കുക. അതിനാണ് ഡേറ്റ കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കേന്ദ്രം ചെയ്തതാണോ? ഇനി കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് വേറെ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ ഈ ഡെവലപ്മെൻറ്റ്, അതായത് ഈ വർഷത്തെ ഞാൻ പറഞ്ഞല്ലോ 11.68% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ GSDP-യിൽ. അപ്പം ആ വളർച്ച തന്നെ സാധ്യമായ വളർച്ചയാണോ എന്ന് നമുക്കൊക്കെ അത്ഭുതം തോന്നും. കാരണം നമ്മൾ CAG റിപ്പോർട്ട് എടുത്തു നോക്കണം. CAG റിപ്പോർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത് എന്താണ്? വകമാറ്റി ചെലവഴിക്കൽ, പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കുക. ഈ അടുത്ത ദിവസങ്ങളിലാണ് നാം കേട്ടത് 100 ദിവസ പരിപാടിക്ക് വേണ്ടി വെച്ചിരുന്ന ഫണ്ട്, അതിൽ തന്നെ ഒന്നും കാര്യമായിട്ട് നടത്താൻ പറ്റിയില്ല, വളരെ കുറച്ചേ നേടാൻ പറ്റിയുള്ളൂ. അപ്പോൾ കാരണം എന്താണ്? അതിനൊക്കെ വിനിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്ന ഫണ്ടൊക്കെ വെട്ടിക്കുറച്ചു ധനപ്രതിസന്ധി മൂലം. കാരണം 24,000 കോടി വായ്പ എടുക്കണം ഈ ഓണത്തിന് എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും പറ്റിയില്ല. 4,000 കോടിയാണ് കടമെടുക്കാൻ സമ്മതിച്ചത്. പിന്നെ കോഓപ്പറേറ്റീവ്സ് വഴി കടമെടുക്കാൻ നോക്കി, അതും പറ്റിയില്ല. വർഷത്തെ ആകെപ്പാടെ കടമെടുക്കലാണെങ്കിലോ 40,000 കോടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 13,436.69 കോടി ആണ് പ്രതീക്ഷിക്കുന്ന നമ്മുടെ GSDP, ആഭ്യന്തര മൊത്ത വരുമാനം. എങ്കിൽ അതിൻ്റെ 3% എന്ന് പറയുമ്പോൾ ഏകദേശം 40,000 കോടിയോളം വായ്പയെടുക്കാം. പക്ഷെ 37,512 കോടിയെ വായ്പയെടുക്കാൻ കേന്ദ്രം സമ്മതിച്ചുള്ളൂ. എന്തുകൊണ്ട്? അതായത് സഞ്ചിത കടം GSDP-യുടെ 29% കൂടാൻ പാടില്ല എന്ന് നിയമമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 2019-20 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും 35, 36, 39 ഈ തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, അതിൻ്റെ ഒക്കെ ഉപരിയാണ് കിഫ്ബി വഴി എടുത്തിരിക്കുന്ന കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുത്തിരിക്കുന്ന കടവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ സംസ്ഥാനം കടക്കണിയിലേക്ക് പോകും. വലിയ ധനപ്രതിസന്ധിയാണ് സംസ്ഥാനം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? 40,000 കോടി കടമെടുക്കാൻ അർഹതയുണ്ട് എങ്കിൽ പോലും അത് 37,512 നിജപ്പെടുത്തി. എവിടെ പോയി 37,512-ഉം 712-ഉം ശേഷം 40,000-നും ഇടയ്ക്കുള്ള തുക? ആ തുക എന്ന് പറയുന്നത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്ത കടം. അതായത് കഴിഞ്ഞ വർഷത്തെ അതിനങ്ങേ വർഷത്തെ ഈ 3 വർഷത്തെ ബജറ്റിൽ കേരളത്തിന് എടുക്കാമായിരുന്ന കടത്തിൻ്റെ പരിധിയിൽ നിന്ന് കുറേശ്ശെ എമൗണ്ട് വെട്ടിക്കുറച്ചു. എന്തിനു വേണ്ടി? കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും അതായത് ബജറ്റിന് പുറത്ത് എന്ന് പറഞ്ഞ് എടുത്ത കടമാണ്. ആ കടത്തെ ബജറ്റിനകത്താക്കി മാറ്റി കേന്ദ്ര ഗവൺമെൻറ്. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ആകെ എടുക്കാവുന്ന കടം 37,512 കോടിയായി ഈ വർഷം ചുരുങ്ങിയത്. പക്ഷെ അതിന് കേന്ദ്രത്തിൻ്റെതായ കാരണമുണ്ട്. കേന്ദ്രത്തെ പഴിച്ചിട്ട് കാര്യമില്ല. സംസ്ഥാന ഗവൺമെൻറ് കടക്കണിയിലേക്ക് പോകാതെ സൂക്ഷിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം കടക്കണിയിലേക്ക് പോയാൽ ആ സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്തേണ്ടത് കേന്ദ്രമാണ്. അത് വലിയ ഭാരമാണ്. ആ വലിയ ഭാരത്തെ നേരത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പ്രക്രിയ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. അപ്പം നമ്മൾ നോക്കുക, അങ്ങനെ വരുമ്പോൾ കേന്ദ്രം പറയുന്നതാണോ ശരി, സംസ്ഥാനം പറയുന്നതാണോ ശരി? സംസ്ഥാനം തന്നെ പരിശോധന നടത്തുകയാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ കണക്കുകൂട്ടലിൽ തെറ്റുവരാം എന്നതിൻ്റെ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട്. ഒന്നാമത്തെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വകമാറ്റി ചെലവഴിക്കുന്നു. ഓരോ വകുപ്പിലേക്കും കൊടുക്കേണ്ട ഫണ്ട് ആ വകുപ്പിന് കൊടുക്കാതെ മറ്റു വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഏതാണെന്നും കൂടി നമ്മൾ ഓർക്കണം. സംസ്ഥാനത്തിൻ്റെ വികസനവുമായി പുലബന്ധം പോലും ഇല്ലാത്ത വകുപ്പുകളിലേക്കാണ് ഈ ഫണ്ടൊക്കെ ചേക്കേറി പോകുന്നത്. അതായത് ഉദാഹരണത്തിന് ലൈഫ് മിഷൻ പദ്ധതി,
എന്ന് വെച്ചോളൂ. അതിനു വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ കൊടുക്കേണ്ടതാണ്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടത് സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റ് ലൈഫ് മിഷന് വേണ്ടി ചെലവഴിക്കാതെ അതെടുത്ത് കേരളീയം നടത്താൻ ചെലവഴിച്ചു. അതുമല്ലെങ്കിൽ അതെടുത്ത് ലോക കേരള സഭ നടത്താൻ വേണ്ടി ചെലവഴിച്ചു. ഇത് ഞാൻ കൃത്യമായിട്ട് വെച്ച് കെട്ടുകയല്ല, ഞാൻ പറയുക ഈ വകമാറ്റൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. വളരെ അപ്രസക്തമായ മേഖലകളിലേക്കായിരിക്കും പ്രസക്തമായ മേഖലകളിലെ ഫണ്ട് വകമാറിപ്പോകുന്നത്. അപ്പോൾ വികസനം നടക്കില്ല, പദ്ധതി പ്രവർത്തനം നടക്കില്ല. അങ്ങനെയൊക്കെ വന്നിട്ട് ഇതൊക്കെ കവറപ്പ് ചെയ്യാൻ വേണ്ടി, മൂടി വയ്ക്കാൻ വേണ്ടി കുറച്ച് കണക്കുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റും ഒരു പക്ഷേ ഡേറ്റ കുക്ക് ചെയ്യുന്നുണ്ടാകാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. അങ്ങനെ കുക്ക് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കാം ഇത്ര ഉയർന്ന GSDP ഗ്രോത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡൊക്കെ കിട്ടിയാൽ അത് ഗവൺമെൻറ് കേന്ദ്രത്തിലേക്ക് കൊടുക്കില്ല. കേന്ദ്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ഒരു ഗ്രാൻഡിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. CAG റിപ്പോർട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് 813 കോടിയാണ് ഗ്രാൻഡ് കിട്ടേണ്ടത്. അതിലെ ആദ്യ ഗഡു ഗ്രാൻഡ് 200 കോടിയിലധികം കിട്ടിയിട്ട് ഒരു പൈസ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാതെ സംസ്ഥാന ഗവൺമെൻറ് അത് വകമാറ്റി ചെലവഴിച്ചാൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തിയില്ല. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയില്ലെന്ന് മാത്രവുമല്ല, കൊടുക്കാൻ ഒത്തില്ലെന്ന് മാത്രവുമല്ല, CAG ഓഡിറ്റിങ്ങിന് വന്നപ്പോൾ സംഗതി നടന്നിട്ടില്ല, വകമാറ്റി ചെലവഴിച്ചു പോയി. അപ്പോൾ CAG അങ്ങനത്തെ ഒരു റിപ്പോർട്ടാണ് കേന്ദ്രത്തിൽ കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഗഡു കിട്ടിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിയില്ല, പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡുക്കൾ കേന്ദ്രം കൊടുത്തതുമില്ല. കാരണം ആദ്യ ഗഡുവിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇതുപോലെയാണ് പല മേഖലകളിലും ചെലവഴിക്കേണ്ട ഫണ്ട് വകമാറ്റി ചെലവഴിക്കുക മൂലം ആവശ്യമായ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാതെ വരിക. അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 11.68% വളർച്ച നേടും എന്ന് പറയാൻ പറ്റുന്നത് എന്ന് നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഡേറ്റ കുക്കിങ്ങിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സംശയം വീണ്ടും നമുക്ക് ഉണ്ടാകാം. നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് നോക്കിയാൽ മതി. ഫിസ്ക്കൽ ഡെഫിസിറ്റും വളരെ ഹൈ ആണ്, റവന്യൂ ഡെഫിസിറ്റും വളരെ ഹൈ ആണ് കേരളത്തിൻ്റേത്. അപ്പോൾ ഈ ഡെഫിസിറ്റ് ഇങ്ങനെ ഉയർന്നു പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ പറഞ്ഞതുപോലെ വകമാറ്റി ചെലവഴിക്കുക മൂലം. വകമാറ്റി ചെലവഴിക്കൽ മാത്രമല്ല, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് വളരെ ഹൈ ആണ് കേരളത്തിൽ. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനെ മിതപ്പെടുത്തി അതിനെ റവന്യൂ വരുമാനത്തിൻ്റെ ഒപ്പത്തിനൊപ്പം എത്തിക്കണം എന്നുള്ളതാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ചെയ്യാറില്ല. പിന്നെ അതുപോലെ നമ്മുടെ GSDPയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഈ പറയുന്ന ഈ 11.68% ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരു സംശയത്തിന് ഒരു കാരണം കൂടെ എടുക്കാം. നോർമലായിട്ടുള്ള, അതായത് 2000 തൊട്ട് അല്ല 1900 തൊട്ട് ഒരു 2015 വരെയുള്ള ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ GSDPയുടെ ഒരു 30-32% പ്രവാസികളിൽ നിന്ന് കിട്ടുന്നതായിരുന്നു. പ്രവാസികൾ അയക്കുന്ന റെമിറ്റൻസസ് ആയിരുന്നു. ഈ കോവിഡ് അത് 2015 ആയപ്പോഴേക്കും ഈ പ്രവാസികളുടെ റെമിറ്റൻസസ് കുറച്ച് കുറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കോവിഡ് ആയപ്പോഴേക്കും അത് 32% വരെ എത്തിയിരുന്നത് 24%ലേക്ക് താഴ്ന്നു. കോവിഡിന് ശേഷവും നമുക്കറിയാം ബ്രെയിൻ ഡ്രെയിൻ ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ നിന്ന്. പക്ഷേ അത് ഗൾഫ് കൺട്രീസിലേക്കല്ല അധികവും പോകുന്നത്. ഈ പ്രവാസികളുടെ പണം ഗൾഫ് കൺട്രീസിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് റെമിറ്റൻസസ് ആയി വന്നുകൊണ്ടിരുന്നത്. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവാസികൾ അത്ര കണ്ട് ഇങ്ങോട്ട് പണം റെമിറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അതായത് പ്രൊഫഷണൽസ് ആയിട്ടും ഒക്കെ പോകുന്നവർ സാധാരണ രീതിയിൽ വെൽ എഡ്യൂക്കേറ്റഡ്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ഒക്കെ ആയിരിക്കും. അവരുടെ പണം അവർ സാധാരണ രീതിയിലേക്ക് നാട്ടിലയക്കേണ്ട ആവശ്യം വലിയ തോതിൽ കാണില്ല. അതേസമയത്ത് ഗൾഫ് കൺട്രീസിലേക്ക് പോയിരുന്നവർ വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ, വീട്ടിലൊരു നല്ല വീടുണ്ടാകാൻ, അല്ലെങ്കിൽ കുറച്ച് ഭൂമി വാങ്ങാൻ, ഇങ്ങനെയുള്ള പല ഉദ്ദേശങ്ങൾ മുൻനിർത്തി പോയവരാണ്. അവർക്കവിടെ സിറ്റിസൺഷിപ്പ് ലഭ്യമല്ല എന്ന് വെച്ചാൽ അവിടെ അവർ സമ്പാദിക്കുന്നത് മുഴുവനും കേരളത്തിലേക്ക് അയക്കും. അങ്ങനെയാണ് കൂടുതൽ പണം പ്രവാസത്തിൽ നിന്ന് ഗൾഫ് കൺട്രീസിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ കാരണം. മറ്റ് രാജ്യങ്ങളൊക്കെ അങ്ങനെയല്ല. അവിടെയൊക്കെ നമുക്ക് സിറ്റിസൺഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ കിട്ടും, ഒരു കാലപരിധിയും ചില കണ്ടീഷൻസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത്.
അപ്പോൾ ഈ പോകുന്നവരൊക്കെ അവിടെ കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതം സാധ്യമാണ് എങ്കിൽ അവിടെ തന്നെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ആസ്തി സംഭരിക്കാൻ വേണ്ടി അവരുടെ സേവിങ്സ് അവർ അവിടെ തന്നെ ചെലവഴിക്കും. അതുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് കേരളത്തിലേക്ക് പണം അയക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോണ്ടസ്റ്റിൽ ഇപ്പോൾ പ്രവാസികളുടെ റെമിറ്റൻസ് കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഈ GSDPയുടെ വളർച്ച 11.68% ഉണ്ടാകുമോ? അപ്പോൾ അവിടെ കുക്ക് ചെയ്തിട്ടുണ്ടോ, മനഃപൂർവ്വമായിട്ട് ഉയർത്തിക്കാട്ടിയ ഡേറ്റയാണോ എന്ന സംശയം നമുക്ക് ആ കാരണം കൊണ്ട് തന്നെ ഉണ്ടാകാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനമാണെങ്കിലും, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിന് പ്ലാൻ ഫണ്ടിൽ നിന്ന്, അതായത് അവർക്ക് കൊടുക്കേണ്ട പ്ലാൻ ഫണ്ട്, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ട പ്ലാൻ ഫണ്ട് 20% മുതൽ 30% വരെയുള്ള പ്ലാൻ ഫണ്ട് അവർക്ക് വേണ്ടി ഓരോ വർഷവും ഇയർ മാർക്ക് ചെയ്യേണ്ടതാണ്. അപ്പം ഈ കഴിഞ്ഞ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ 33% മാത്രമേ പ്രയോജനപ്പെടുത്തിയിരുന്നുള്ളൂ, യൂട്ടിലൈസ് ചെയ്തിരുന്നുള്ളൂ. അതേ അവർക്ക് കൊടുത്തുള്ളൂ, അവർക്ക് കൊടുത്തില്ല, അതുകൊണ്ട് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനൊത്തില്ല. ഈ വർഷമാണെങ്കിലും ഇതുവരെയുള്ള കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ തരത്തിൽ മാത്രമാണ് പ്ലാൻ ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 11.68% വളർച്ച ഉണ്ടായി കേരളത്തിൽ എന്ന് പറയുന്നതിൽ അല്പം അത്ഭുതമില്ലേ? അത്രയും വളർച്ച ഉണ്ടായോ? കാരണം വകമാറ്റി ചെലവഴിക്കലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ചെലവും എല്ലാം കാരണം കൊണ്ട് വളരെ കുറച്ചാണ് ഓരോ വകുപ്പിലേക്കും ഫണ്ട് ക്രമീകരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വകുപ്പുകൾ 36 മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിലൊക്കെ പദ്ധതി ചെലവ് കഴിഞ്ഞ വർഷം, അതായത് 40% താഴെയായിരുന്നു ഡിസംബർ വരെ. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കേരളത്തിൽ കടുത്ത ധനപ്രതിസന്ധിയായിരുന്നു. 30,000 കോടി വായ്പ ചോദിച്ച് കേന്ദ്രത്തിൻ്റെ അടുത്തും സുപ്രീം കോടതിയിലും ഒക്കെ പോയത് നമുക്കൊക്കെ അറിയാം. എന്നിട്ട് കിട്ടിയത് വളരെ കുറച്ച് മാത്രം. ആ കുറച്ച് കിട്ടിയത് കൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളത് ഗവൺമെൻറ്റിന് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിലാണ് മാർച്ച് മാസം ആയപ്പോഴത്തേക്കും, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം ആയപ്പോഴത്തേക്കും 80% പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ എന്നും പറഞ്ഞ് ഈ പറയപ്പെട്ട വകുപ്പുകളൊക്കെ കണക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ശുദ്ധ കള്ളക്കണക്കാണ് എന്ന് ആർക്കും വിശ്വസിക്കാവുന്നതാണ്. കടുത്ത കടത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ സുപ്രീം കോടതിയിലും കേന്ദ്ര ഗവൺമെൻറ്റിലും ഒക്കെ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ ഒറ്റ ചാട്ടത്തിന് 40% നിന്ന് 80% കുതിച്ചു ചാടി എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢികൾക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേന്ദ്രമാണോ സംസ്ഥാനമാണോ ആര് കള്ളം പറഞ്ഞാലും, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും ഭാഗികമായി കള്ളം പറഞ്ഞാലും അത്ഭുതമില്ല. കേരളത്തിൻ്റെ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 3.8% തുടരുന്നതിൽ കേന്ദ്രം അത്ഭുതം കൂറി, സംസ്ഥാന ഗവൺമെൻറ്റും അത്ഭുതം കൂറുന്നു. അപ്പോൾ അതേ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഓർക്കുന്നത്, മന്ത്രി P. രാജീവൊക്കെ വലിയ വ്യാവസായിക മുന്നേറ്റം നടത്തുന്നു. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എടുത്തിയാടിയിരിക്കുന്നു. അത് വലിയൊരു സന്തോഷകരമായ കാര്യമായിട്ട് ആണ് മന്ത്രി രാജീവൊക്കെ കൊട്ടിഘോഷിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? ഇതാണ് ഈ 3.8% വളർച്ച മാത്രമേ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കേരളത്തിൻ്റെ GSDPക്ക് കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ കൃത്യമായിട്ട് കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിച്ചു. ഒരുപാട് കണക്ക് ആയിരങ്ങളിലായി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ്, അതായത് വനിതാ സംരംഭങ്ങളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് എന്ന് മന്ത്രി രാജീവും സമ്മതിക്കും. ഈ വനിതാ സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ആണ്. ആ കുടുംബശ്രീ കൂട്ടായ്മയുടെ കീഴിൽ ധാരാളം മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട്. അവിടെ അവർ നോക്കുകൂലി ചോദിച്ച് ട്രേഡ് യൂണിയൻസ് ഒന്നും ചെല്ലില്ല. കാരണം എന്താണ്? അവർ മാത്രമാണ് അവിടെ ജോലി ചെയ്യുന്നത്, പുറത്തുനിന്ന് ജോലിക്കാരെ എടുക്കുന്നില്ല. അപ്പോൾ അവിടെ ശമ്പളം പരിഷ്കരിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കുകൂലി തരണമെന്നോ പറയാനുള്ള ഒരു സാധ്യത തെളിയുന്നില്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു കാരണവശാലും ട്രേഡ് യൂണിയൻ പ്രോബ്ലംസോ ഒന്നും കാരണം അത്തരം യൂണിറ്റ്സ്, അത്തരം മൈക്രോ എൻ്റർപ്രൈസസ് തുടങ്ങുന്നതിൽ നിന്ന് വനിതകളെ ആർക്കും അകറ്റാൻ പറ്റില്ല. വനിതകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഇഷ്ടമുള്ള എൻ്റർപ്രൈസ് തുടങ്ങാനായിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹേതു തന്നെ ഓരോ ദിവസവും
ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വനിതാ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ എണ്ണം ആണ്. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. അപ്പോൾ വ്യാവസായിക മേഖലയിൽ ഈ വനിതാ എൻ്റർപ്രൈസസ് ആണ് ഇങ്ങനെ കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെങ്കിലും ഉണ്ട് വ്യാവസായിക മേഖലയിൽ. കാർഷിക മേഖലയിലേക്ക് പോയാലോ, റബ്ബർ കർഷകർ വലിയ പരാധീനതയിലാണ്. അതുപോലെ തന്നെ നെൽ കർഷകർ, അതുപോലെ മറ്റേത് തരം കർഷകരുടെയും കാര്യം എടുക്കുക, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡേഴ്സ് പങ്കിടുന്ന, അതുപോലെ തന്നെ റിസർവ് വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിലൊക്കെ വന്യമൃഗ മനുഷ്യ സംഘർഷം മൂലം കൃഷി വളരെ വലിയ അപകടത്തിലാണ്. അപ്പോൾ കാർഷിക മേഖല ഒരു നല്ല കോൺട്രിബ്യൂഷനാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. GSDP കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും സേവന മേഖലയും ചേർന്നുള്ളതാണ് GSDP എന്ന് പറയുന്നത്. അപ്പോൾ GSDPയിലേക്കുള്ള കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷനും നല്ലത് എന്ന് പറയാനൊക്കില്ല. തന്നെയുമല്ല, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം, അതായത് തോന്നുമ്പോഴൊക്കെ പെയ്യുന്ന മഴയും മറ്റു പ്രശ്നങ്ങളും കാരണം കാർഷിക വിളകളുടെ എല്ലാത്തിൻ്റെയും പ്രൊഡക്ടിവിറ്റി വളരെ താഴ്ന്നിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് കാർഷിക മേഖലയെ പറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. പിന്നെ ആകെയുള്ളത് ടെർഷറി സെക്ടറാണ്. ടെർഷറി സെക്ടർ ഇവിടെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പണ്ടത്തെ പോലത്തെ കുതിപ്പില്ല. പ്രവാസി പണത്തിൻ്റെ വരവ് കുറഞ്ഞതോടെ ഈ ടെർഷറി സെക്ടറിലെ കുതിപ്പിനും കുറവുണ്ടായിട്ടുണ്ട്. ടൂറിസം മേഖലയും എല്ലാം ചേർന്ന് ആകപ്പാടെ ടെർഷറി സെക്ടർ തന്നെയാണ് ഇപ്പോഴും സാധാരണ രീതിയിൽ നന്നായി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്ന് മാത്രമുള്ള GSDPയിലേക്കുള്ള സംഭാവന കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 11.68% വളർച്ച വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. എങ്കിൽ പോലും രണ്ട് ഭാഗവും, കേന്ദ്രവും തെറ്റുതിരുത്തണം, സംസ്ഥാനവും തെറ്റുതിരുത്തണം. കാരണം ആയ കണക്കുകൾ പറയുമ്പോൾ കബളിപ്പിക്കപ്പെടുന്നത് ജനങ്ങളാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഒരു ഗവൺമെൻറ്റിനോ, അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഭൂഷണമല്ല. അവർക്ക് കൃത്യമായ അറിവാണ് പകരേണ്ടത്. അവർ മനസ്സിലാക്കണം എവിടെയൊക്കെയാണ് ഈ ഭരണചക്രത്തിൽ പാളിച്ചകൾ ഉള്ളത്, എവിടെയൊക്കെയാണ് കറക്ഷൻസ് ആവശ്യം എന്നവർ മനസ്സിലാക്കി തന്നെ തിരുത്തലുകൾ അവരുടെ ഭാഗത്തു നിന്ന് വരണം ഇലക്ഷൻ വഴിയായിട്ട്. അതുകൊണ്ട് കൃത്യമായ കണക്കുകൾ എവിടെ പാളിച്ചയുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ബാധ്യസ്ഥരാണ്.